ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ഒരു അനുഗ്രഹം നൽകുകയാണ്. നിൻ്റെ നാവിനെ ഞാൻ മൂർച്ചയേറിയ വാള് പോലെ ആക്കും എന്ന് പറഞ്ഞാൽ, അവിടുത്തെ വചനം പറയാൻ തക്ക വിധത്തിൽ നമ്മൾ നാവിലൂടെ വരുന്ന വചനങ്ങൾ ദൈവജനത്തിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന വചനം പറയുന്ന നാവാക്കി നമ്മുടെ നാവിനെ മാറ്റുവാണെന്ന് കർത്താവ്. അതുപോലെ കർത്താവിൻ്റെ കരം നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും ഇന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യേശയ്യാ പ്രവചനത്തിൽ 49 അധ്യായം 2 ലിഖിതം, എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു, എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിപ്പിച്ചു. കേട്ടോ, കർത്താവ് വചനം കൊണ്ട് നിറയ്ക്കും, അഭിഷേകം കൊണ്ട് നിറയ്ക്കും. കർത്താവിൻ്റെ കൈകൾ നമ്മളെ താങ്ങും. എന്നിട്ട് മൂർച്ചയേറിയ ഒരു ആയുധമാക്കി കർത്താവിൻ്റെ ആവനാഴിയിൽ നമ്മളെ സൂക്ഷിച്ചിട്ട് തക്ക സമയത്ത് കർത്താവ് നമ്മളെടുത്ത് ഉപയോഗിക്കും. അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, കർത്താവേ എനിക്ക് അവിടുത്തെ ആവനാഴിയിലെ ഒരു അസ്ത്രമാകണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേര് ദൈവകൃപ ഒഴുകട്ടെ. നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.